നമസ്കാരം. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മുൻ MLAയുടെ മകന്റെ ആശ്രിത നിയമനം. ഹൈക്കോടതി വിധി ശരിവെച്ച് സുപ്രീം കോടതി. ജനപ്രതിനിധി മരിച്ചാൽ ആശ്രിത നിയമനത്തിന് വ്യവസ്ഥയില്ല. ജി സുധാകരനെ പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയ നടപടി ഇടപെട്ട CPM നേതൃത്വം. സുധാകരന്റെ മനസ്സ് പകുതി BJP-ക്കാരന്റെതെന്ന് B ഗോപാലകൃഷ്ണൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും മഴക്കെടുതികൾ രൂക്ഷം. ഡൽഹിയിലേക്ക് വീണ്ടും കർഷക മാർച്ച്. അതിർത്തിയിൽ വൻ സുരക്ഷാ സന്നാഹം. ഭാരതീയ കിസാൻ പരിഷത്ത് മാർച്ച് സർക്കാരിന്റെ കാർഷിക നയങ്ങളിൽ പ്രതിഷേധിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാഞ്ചസ്റ്റർ സിറ്റിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കീഴടക്കി ലിവർപൂൾ. ലാലിഗയിൽ ഗെറ്റാഫയ്ക്കെതിരെ റയൽ മാഡ്രിഡിന് ജയം. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. അന്തരിച്ച മുൻ ചെങ്ങന്നൂർ MLAയും CPM നേതാവുമായ KK രാമചന്ദ്രൻ നായരുടെ മകന് അസിസ്റ്റന്റ് എഞ്ചിനീയറായി ആശ്രിത നിയമനം നൽകിയ സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കിയത് സുപ്രീം കോടതി ശരിവച്ചു. സർക്കാർ ജീവനക്കാരല്ലാത്തതിനാൽ MLAയുടെ മകന് എങ്ങനെയാണ് ആശ്രിത നിയമനം നൽകുക എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. MLA മരിച്ചാൽ മക്കൾക്ക് ആശ്രിത നിയമനം നൽകാനാവില്ലെന്നും രാമചന്ദ്രൻ നായരുടെ മകൻ R പ്രശാന്തിന് ഇത്തരത്തിൽ നിയമനം നൽകിയത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് പാലക്കാട് സ്വദേശി അശോക് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് 2021 ഡിസംബർ 3 നിയമനം റദ്ദാക്കി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാർ, ജസ്റ്റിസ് ഷാജി P ചാലി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. എത്രയും വേഗം പ്രശാന്തിനെ ജോലിയിൽ നിന്ന് നീക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു. ഈ അപ്പീൽ തള്ളിയാണ് സുപ്രീം കോടതിയുടെ വിധി. പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചാണ് രാമചന്ദ്രൻ നായരുടെ മകന് ജോലി നൽകിയത്. 2018 രാമചന്ദ്രൻ നായർ നിര്യാതനായതിനു പിന്നാലെയായിരുന്നു നിയമനം. പിതാവ് മരിച്ച ഒഴിവിൽ നിയമസഭാ സീറ്റ് ആവശ്യപ്പെടാതിരിക്കാൻ മകന് സർക്കാർ ജോലി നൽകി ഒഴിവാക്കിയതാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ നിർദ്ദിഷ്ട യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനുള്ള പ്രത്യേക അധികാരം വിനിയോഗിച്ച് നിയമപരമായാണ് നിയമനം നൽകിയതെന്നായിരുന്നു സർക്കാർ വാദം. മന്ത്രിസഭ തീരുമാനപ്രകാരമാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ പ്രശാന്തിനെ മതിയായ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി നിയമിച്ചത്. പൊതുജനസേവകൻ എന്ന നിലയിൽ സർക്കാർ ജീവനക്കാർ സർവീസിലിരിക്കെ മരിച്ചാലാണ് ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ആശ്രിതർക്ക് നിയമനം നൽകുന്നതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. MLA ആയിരിക്കെ തന്നെ ജനപ്രതിനിധി മരിച്ചാലും ആശ്രിത നിയമനം നൽകാൻ വ്യവസ്ഥയില്ല. അതിനാൽ നിയമനം നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ വിധിയാണ് സുപ്രീം കോടതി ഇപ്പോൾ ശരിവെച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ. സമ്മേളന കാലയളവിലെ പ്രാദേശിക വിഭാഗീയതയിൽ CPM സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. കരുനാഗപ്പള്ളിക്ക് പിന്നാലെ തിരുവനന്തപുരത്തെ മംഗലപുരം ഏരിയ സമ്മേളനത്തിലും മുൻ സെക്രട്ടറി നേതൃത്വത്തെ വിമർശിച്ച് ഇറങ്ങിപ്പോയത് പാർട്ടിക്ക് കടുത്ത നാണക്കേടാണ് ഉണ്ടാക്കിയത്. വിഭാഗീയതയുടെ ഭാഗമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെ പാർട്ടി കോൺഗ്രസിന് ശേഷം കടുത്ത നടപടി സ്വീകരിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. കൊല്ലം കരുനാഗപ്പള്ളിയിലും പത്തനംതിട്ടയിലെ തിരുവല്ലയിലും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലും ഉണ്ടായ തർക്കങ്ങൾ CPMന്റെ സംസ്ഥാന നേതൃത്വം ചെറുതായിട്ടല്ല കാണുന്നത്. പ്രാദേശിക വിഭാഗീയതയുടെ സ്വഭാവം അതിലുണ്ടെന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. സമ്മേളനങ്ങൾ നടത്താതിരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വിഭാഗീയത രൂക്ഷമായത് സംസ്ഥാന നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അച്ചടക്ക നടപടിയിലേക്ക് ഇപ്പോൾ പാർട്ടി നേതൃത്വം കടക്കില്ല. നിലവിൽ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും നടക്കട്ടെ എന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. ഇതിനു പിന്നാലെ നടപടിയുടെ പരമ്പര തന്നെ ഉണ്ടാവും. ഇതിനു പിന്നാലെയാണ് തിരുവനന്തപുരത്തെ മംഗലപുരം ഏരിയ കമ്മിറ്റി സമ്മേളനവുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട മുൻ സെക്രട്ടറി സമ്മേളനം ബഹിഷ്കരിച്ചു. പാർട്ടി നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് മധു ഉന്നയിച്ചത്. അതേസമയം മധുവിന്റെ ആരോപണങ്ങൾ ജില്ലാ നേതൃത്വം തള്ളി. അവിടെ യഥാർത്ഥത്തില് ആ കമ്മിറ്റിയുടെ പാനൽ വച്ചത് മധുവാണ്, പഴയ സെക്രട്ടറിയാണ്. ജില്ലാ സമ്മേളന പ്രതിനിധികളുടെ പാനൽ വെച്ചത് മധുവാണ്. ഇത് രണ്ടും കഴിഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയാകട്ടെ ഒന്നുകിൽ യുനാനിമസ് ആയിട്ട് സെക്രട്ടറിയെ കമ്മിറ്റി തിരഞ്ഞെടുക്കും,
ഇല്ലെങ്കിൽ കമ്മിറ്റിയിൽ മറ്റൊരു അഭിപ്രായം കൂടി വന്നാൽ അതിന് ഏതാണ് മുൻതൂക്കം എന്നുള്ളത് പരിശോധിക്കും. മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏരിയ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞതാണ് സംഭവിച്ചത്. കരുനാഗപ്പള്ളിയിൽ വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകിയ സംസ്ഥാന ജില്ലാ നേതാക്കൾക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. തിരുവല്ലയിൽ തോമസ് ഐസക്കിന്റെ തോൽവിക്ക് കാരണമായ ആൾക്കാർക്കെതിരെയും പീഡനക്കേസ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഏരിയ നേതാക്കൾക്കെതിരെയും നടപടിയുണ്ടാവും. അമ്പലപ്പുഴയിലുണ്ടായ പാർട്ടി വിഭാഗീയത ജില്ലാ നേതൃത്വം വിശദമായി പരിശോധിക്കണം എന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലുള്ള വിഷയവും സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ടെങ്കിലും ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് കൂടി ഇക്കാര്യത്തിൽ അറിഞ്ഞ ശേഷമായിരിക്കും നടപടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക് ജീവൻ. CPM നേതാവ് ജി സുധാകരന് പാർട്ടി സമ്മേളനങ്ങളിലുള്ള അവഗണനയിൽ ഇടപെട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നേതാക്കളോടുള്ള സമീപനത്തിൽ ജാഗ്രത വേണമെന്ന് ജില്ലാതലത്തിലെ നേതാക്കൾക്ക് പാർട്ടി സെക്രട്ടറി നിർദ്ദേശം നൽകി. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ നിലപാടിൽ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. മുതിർന്ന നേതാക്കൾക്ക് എതിരെ സാധാരണ അംഗം എന്ന പ്രയോഗം പാടില്ല. അർഹിക്കുന്ന ആദരവ് ങ്ങൾ ഒഴിഞ്ഞാലും പരിപാടികളിൽ പങ്കെടുപ്പിക്കണം. മുതിർന്ന നേതാക്കളോടുള്ള സമീപനത്തിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വിളിച്ചു. പുതിയ മാനദണ്ഡം ചർച്ചയാക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന നേതൃത്വം. ന്യൂസ് ഡെസ്ക് ജീവൻ. CPM തകർച്ചയിലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാര്യങ്ങൾ കോൺഗ്രസ് നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പൂർണ്ണമായി ജീർണത ബാധിച്ചിരിക്കുകയാണെന്നും അതൊരു തകർച്ചയിലേക്ക് പോവുകയാണെന്നും ഞങ്ങളല്ലേ പറഞ്ഞത്, പ്രതിപക്ഷമല്ലേ പറഞ്ഞത്. ആ തകർച്ചയാണ് ഇപ്പൊ കാണുന്നത്. കാരണം പാർട്ടി അണികൾ സംതൃപ്തരല്ല. പാർട്ടിയിലെ താഴെ തട്ടിൽ മുകളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല കമ്മ്യൂണിസ്റ്റുകാര് സംതൃപ്തരല്ല. സുധാകരന്റെ മനസ്സ് പകുതി BJP-കാരന്റേത് കൂടിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യദ്രോഹികളുടെ പിടിയിലാണെന്ന BJP-യുടെ വാദം സുധാകരൻ അംഗീകരിക്കുന്നുണ്ടെന്നും സുധാകരന് ഒരിക്കലും കോൺഗ്രസിലേക്ക് പോവാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനൊപ്പം G സുധാകരനെ വീട്ടിൽ പോയി കണ്ടിരുന്നുവെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സുധാകരൻ ഇപ്പൊ KC വേണുഗോപാൽ ഇന്നലെ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് ഒരിക്കലും കോൺഗ്രസിലേക്ക് പോകാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ഈ രാജ്യദ്രോഹികളുടെ അടിമകളായി, ഈ രാജ്യദ്രോഹികളുടെ വോട്ടുകൾ മേടിച്ച് ഈ രാജ്യദ്രോഹികളോടൊപ്പമാണ് കോൺഗ്രസ് സഞ്ചരിക്കുന്നത്. സുധാകരൻ പാർട്ടി വിടുമോ ഇല്ലയോ അതെനിക്കറിയില്ല. അദ്ദേഹം പാർട്ടി വിടുകയാണെങ്കിൽ ബിപിൻ ബാബു ഉയർത്തിയ വിഷയം, അതായത് ഈ ഭീകരവാദികൾ CPM-ൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു, CPM പിടിച്ചടക്കിയിരിക്കുന്നു എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും കോൺഗ്രസിൽ പോകാനാവില്ല. കാരണം ഇത് BJP-യുടെ കാഴ്ചപ്പാടാണ്. കോൺഗ്രസ് പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും കൂടെയാണ്. പിന്നെ എങ്ങനെ സുധാകരൻ അങ്ങോട്ട് പോകാൻ കഴിയുക? ഒരിക്കലും പോകാൻ കഴിയില്ല. ഒരു കാരണവശാലും പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുധാകരന്റെ മനസ്സിൽ ഈ കാര്യത്തിൽ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നു, ഈ കാര്യത്തിൽ BJP-യുടെ പകുതി മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്നത് അവിതർക്കിതമാണ്. ദേശി ബുക്സിനെതിരായ EP ജയരാജന്റെ പരാതിയിൽ തുടരന്വേഷണ നടപടികൾ ശക്തമാക്കി പോലീസ്. കരാറടക്കമുള്ള രേഖകളിൽ വ്യക്തത വരുത്തുന്നതിനായി DC ബുക്സിൽ വീണ്ടും പരിശോധന നടത്തും. EP ജയരാജൻ, DC രവി, DC ബുക്സ് ജീവനക്കാർ എന്നിവരുടെ മൊഴികൾ വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. EP പുസ്തകം എഴുതാൻ ഏൽപ്പിച്ച മാധ്യമപ്രവർത്തകന്റെ മൊഴിയും വീണ്ടും എടുക്കും. ഉപതെരഞ്ഞെടുപ്പ് ദിനം പുസ്തകത്തിന്റെ ഉള്ളടക്കം മാധ്യമങ്ങളിൽ വന്നതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നാണ് EP-യുടെ പരാതി. ഗൂഢാലോചന, പുസ്തകത്തിന്റെ ഉള്ളടക്കം ചോർന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് തുടരന്വേഷണം. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് DGP മടക്കിയിരുന്നു. പ്രാഥമിക റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം വേണമെന്ന് LDF നേതൃത്വവും ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. കൊടകര കുഴൽപ്പണം കേസിൽ വീണ്ടും ആരോപണവുമായി BJP തൃശൂർ ജില്ലാ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷ്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 9 കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചുവെന്നും പിന്നീട് ഈ പണം എവിടേക്ക് കൊണ്ടുപോയി എന്ന കാര്യം തനിക്ക് അറിയില്ലെന്നും സതീഷ് പറഞ്ഞു. ധർമ്മരാജൻ പണം എത്തിച്ച ദിവസം തന്നെയാണ് 3 ചാക്കുകൾ ഓഫീസിൽ നിന്ന് കൊണ്ടുപോയതെന്നും സതീഷ് വ്യക്തമാക്കി. ആകെ അന്ന് വന്നത് 6 ചാക്കുകളാണല്ലോ, 6 ചാക്കുകളാണ് വന്നത്. 9 കോടി രൂപയാണ് വന്നത്. അത് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് 3 ചാക്കുകൾ അന്ന് തന്നെ കൊണ്ടുപോയത്. അത് എവിടേക്ക് കൊണ്ടുപോയി? ആരുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോയി? ആര് കൊണ്ടുപോയി? ആരാണ് ആളുകൾ? ഇതെല്ലാം കൊടുത്തയച്ച ആളുകൾ വെളിപ്പെടുത്തണം.
ഗുരുതരമായ രാജ്യത്തിലെ ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റമായ ഗുരുതരമായ കാര്യമാണിത്. ഇത് ചെയ്ത ആളുകൾ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവ് വരുന്നു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണെന്നും പ്രത്യേക സമ്മർ താരിഫ് ഏർപ്പെടുത്തുന്നതും പരിഗണനയിലാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് KSEBക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഇതിനാൽ തന്നെ വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണ് എന്ന നിലപാടിലാണ് ബോർഡ്. നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി. റിപ്പോർട്ട് KSEBക്ക് നൽകിയാൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരുമായും ഉപഭോക്താക്കളുമായും ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കുമെന്നും ഉപഭോക്താക്കൾക്ക് പോറലേൽക്കാതെയായിരിക്കും നിരക്ക് വർധനവ് ഉണ്ടാവുകയെന്നും സമ്മർ താരിഫും കൊണ്ടുവരുന്നത് ആലോചനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വേനൽക്കാലത്ത് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് പ്രതിസന്ധിയാണ്. ഇത് മറികടക്കാനാണ് സമ്മർ താരിഫ് പരിഗണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നിരക്ക് വർധനവിന് പുറമെ വേനൽക്കാലത്ത് മാത്രമായി പ്രത്യേക നിരക്ക് ഏർപ്പെടുത്തുന്നതാണ് KSEB പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. അതിശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ 5 ജില്ലകളിൽ റെഡ് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. മഴയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ, വയനാട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങി. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടായതിനാൽ മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും പോലുള്ള സാഹചര്യം ഉണ്ടാവാനും സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ തയ്യാറാവണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രിയാത്ര നിരോധിച്ചു. കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ, ഇല്ലിക്കൽ കല്ല്, മാർമല അരുവി, ഇലവീഴ, പൂഞ്ചിറ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം മറ്റന്നാൾ വരെ നിരോധിച്ചു. എറണാകുളം ജില്ലയിൽ മറ്റന്നാൾ വരെ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനമുണ്ട്. വനത്തിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ പമ്പയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. മഴ ശക്തമായി തുടരുന്നതിനാൽ പുല്ലുമേട് കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിടുന്നില്ല. ന്യൂസ് ഡെസ്ക് ജീവൻ. തമിഴ്നാട് തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടൽ. അണ്ണാമലയാർ മലയുടെ അടിവാരത്തിലുള്ള നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായാണ് റിപ്പോർട്ട്. കുട്ടികളടക്കം 7 പേരെ കാണാതായെന്നാണ് വിവരം. ഫിൻജാൽ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയതോടെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി മരണം 13ആയി. ചെന്നൈ, കോയമ്പത്തൂർ അടക്കം 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനെ തുടർന്ന് പാറക്കഷ്ണങ്ങളും മണ്ണും വീടുകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. 3 വീടുകൾ പൂർണ്ണമായി മണ്ണിനടിയിലായി. കനത്ത മഴയ്ക്ക് പിന്നാലെ വൈകിട്ടാണ് ഉരുൾപൊട്ടലുണ്ടായത്. ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും സംഭവസ്ഥലം സന്ദർശിച്ചു. തിണ്ടി വനത്തിൽ നിന്നുള്ള NDRF സംഘം രക്ഷാപ്രവർത്തനങ്ങൾക്കായി തിരുവണ്ണാമലയിലെത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. തിരുവണ്ണാമല ജില്ലയിൽ റെക്കോർഡ് മഴയാണ് പെയ്തത്. കടലൂർ, വിഴുപ്പുറം, കള്ളക്കുറിച്ചി എന്നിവിടങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിഴുപ്പുറത്ത് പെട്രോളിൽ വെള്ളം കലർന്നു എന്ന പരാതിയെ തുടർന്ന് അടച്ചിട്ട പമ്പുകൾ അധികൃതർ പരിശോധിക്കും. പുതുച്ചേരിയിൽ വൈദ്യുതി ബന്ധം പലയിടത്തും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. സൈന്യം രക്ഷാദൌത്യം തുടരുകയാണ്. നാഷണൽ ഡെസ്ക് ജീവൻ. പാർലമെന്റ് സമുച്ചയത്തിലേക്കുള്ള കർഷകരുടെ ഡൽഹി ചലോ മാർച്ചിനെ തുടർന്ന് അതിർത്തിയിൽ കനത്ത സുരക്ഷ. ഭാരതീയ കിസാൻ പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് മാർച്ച്. UPയിൽ നിന്ന് ഡൽഹിയിലേക്കാണ് കർഷകരുടെ മാർച്ച്. മാർച്ച് തടയാനായി സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ കർഷകർ മറികടന്നു. തുടർന്നാണ് ഡൽഹി അതിർത്തിയിൽ പോലീസിനെ അധികമായി വിന്യസിച്ചിരിക്കുന്നത്. മാർച്ച് ആരംഭിച്ചതോടെ ഡൽഹിയിലെയും നോയിഡയിലെയും ചില ഭാഗങ്ങൾ രൂക്ഷമായ ഗതാഗത കുരുക്കിലായി. ബാരിക്കേഡുകൾ നിരത്തി പോലീസ് കനത്ത സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പുതിയ കാർഷിക നിയമങ്ങളനുസരിച്ച് കർഷകർക്ക് നൽകേണ്ട നഷ്ടപരിഹാരങ്ങളും ആനുകൂല്യങ്ങളും നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകരുടെ മാർച്ച്. ന്യൂസ് ഡെസ്ക് ജീവൻ. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം അനന്തമായി നീളുന്നതിനിടെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സൂചന നൽകി ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ. താൻ സാധാരണക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്നും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തിരിച്ചെത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഷിൻഡെ പ്രതികരിച്ചു.
ജനങ്ങളുടെ പ്രശ്നങ്ങളും വേദനകളുമെല്ലാം മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും സാധാരണക്കാരനെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഞാൻ മുഖ്യമന്ത്രിയായി തിരിച്ചു വരണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് എന്നും ഏകനാഥ് ഷിൻഡെ പറഞ്ഞു. चुनाव में मैं एक दिन में 8-8, 10-10 सभा ली थी और मैंने कोई अभी तक मेरे 2-2.5 साल के कार्यकाल में छुट्टी बिट्टी कोई मनाता नहीं. मैं यहाँ भी आता हूँ, यहाँ भी जनता दरबार होता है, लोग आते हैं. अभी भी लोग आए हैं मेरे को मिलने काम के बहाने. वो यहाँ आने के बावजूद भी मुझे लोगों से मिलना है. मिलता हूँ मैं लोगों को. और मेरी മഹായുതി സഖ്യം തന്റെ നേതൃത്വത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചതെന്നും ഷിൻഡെ BJP നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ മഹായുതി നേടിയ വിജയം മുൻപ് മറ്റാർക്കും നേടാനായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്നത് എന്റെ നേതൃത്വത്തിൽ കീഴിലാണ്. 2 ഉപമുഖ്യമന്ത്രിമാരും മറ്റു സഹപ്രവർത്തകരും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എടുക്കുന്ന തീരുമാനത്തെ ശിവസേന പിന്തുണയ്ക്കുമെന്നും ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJP നേതാക്കളായ അമിത്ഷാ, JP നഡ്ഡ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷിൻഡെ മുംബൈയിൽ നിൽക്കാതെ നേരെ നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക യോഗവും ശിവസേന യോഗവും റദ്ദാക്കിയാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചത്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അസംതൃപ്തനായാണ് ശിവസേന നേതാവ് നാട്ടിലേക്ക് പോയതെന്നാണ് റിപ്പോർട്ടുകൾ. 288 അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ BJP 132 സീറ്റ് ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട്. ഷിൻഡെ സേനയ്ക്ക് 57ഉം അജിത് പവാർ പക്ഷം NCPക്ക് 41 അംഗങ്ങളാണുള്ളത്. കഴിഞ്ഞ സർക്കാരിന് സമാനമായി മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും എന്ന ഫോർമുലയാണ് തുടക്കം തൊട്ടേ ചർച്ചയിലുള്ളത്. ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുമ്പോൾ ഷിൻഡെയ്ക്കും പവാറിനും ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാനാണ് BJP തീരുമാനം. എന്നാൽ മുഖ്യമന്ത്രിയല്ലാത്തൊരു പദവി വേണ്ടെന്ന നിലപാടിലാണ് ഷിൻഡെ. BJPക്ക് 22 മന്ത്രിമാരും സേനയ്ക്ക് 12ഉം NCPക്ക് 10 മന്ത്രിമാരാണ് ആലോചനയിലുള്ളത്. പ്രതിസന്ധി തുടരുന്നതിനിടെ BJP ഇതുവരെയും നിയമസഭാ കക്ഷി യോഗം ചേർന്നിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. സർക്കാർ രൂപീകരണത്തിനുള്ള മാന്ത്രിക സംഖ്യയ്ക്ക് തൊട്ടരികെ BJPക്ക് സീറ്റ് ലഭിച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഷിൻഡെ അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുനൽകില്ലെന്ന നിലപാടിൽ BJP ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി ഷിൻഡെക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തതായും വിവരമുണ്ട്. എന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനം സ്വീകരിക്കാൻ ഷിൻഡെ താൽപര്യം കാണിച്ചില്ല. ന്യൂസ് ഡെസ്ക് ജീവൻ. മുസ്ലിം പള്ളികളിലെ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ നീക്കവുമായി ഇസ്രയേൽ ഭരണകൂടം. പള്ളികളിലെ ഉച്ചഭാഷണികൾ പിടിച്ചെടുക്കാൻ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗിവിർ പോലീസിന് നിർദ്ദേശം നൽകി. പിഴ ചുമത്താനും ഉത്തരവിട്ടതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു. ശബ്ദമലിനീകരണം ആരോപിച്ചാണ് ഇസ്രായേൽ ഭരണകൂടം കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള അധിനിവിഷ്ട പ്രദേശങ്ങളിലെ പള്ളികൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയത്തിന്റെ നിയമനിർമ്മാണം. പാതിരാത്രികളിൽ ഉൾപ്പെടെ പള്ളികളിൽ നിന്ന് അമിതമായ ശബ്ദം ഉയരുന്നുവെന്ന് ഇവിടങ്ങളിലെ ജൂത താമസക്കാർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം വാങ്കിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. പള്ളികളിലെ ശബ്ദ സംവിധാനങ്ങൾ പിടിച്ചെടുക്കാൻ പുതിയ നിയമം അധികാരം നൽകുന്നുണ്ടെന്ന് ബെൻ ഗിവിർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗമാണിത്. ഈ നിയമം കൊണ്ട് ഫലമുണ്ടാകണമെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശബ്ദമുയർത്തുന്ന പള്ളികൾക്കെതിരെ പിഴത്തുക ഉയർത്താനുള്ള പുതിയ ബിൽ അവതരിപ്പിക്കുമെന്നും ബെൻ ഗിവർ അറിയിച്ചു. അറബ് മുസ്ലിം സമൂഹങ്ങളെ ലക്ഷ്യമിട്ടുള്ള ബെൻ ഗിവറിന്റെ നീക്കം പ്രകോപനപരമാണെന്നാണ് അറബ് നഗരങ്ങളിലെ മേയർമാർ പ്രതികരിച്ചത്. നടപടി മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ബെൻ ഗിവിർ വീണ്ടും ഇസ്ലാമോഫോബിയ ആളിക്കത്തിക്കുകയാണെന്നും അറബ് MP അഹമ്മദ് തീബി പറഞ്ഞു. ഈ അടിച്ചമർത്തൽ നയം തടയുമെന്നും വിശുദ്ധ കേന്ദ്രങ്ങൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. കേരള കലാമണ്ഡലത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ വിവാദമായതോടെ നടപടി റദ്ദാക്കി സംസ്ഥാന സർക്കാർ. 125 അധ്യാപക അനധ്യാപകരായ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടിയാണ് റദ്ദാക്കിയത്. കെ രാധാകൃഷ്ണൻ MPയും മന്ത്രി സജി ചെറിയാനും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് കേരള കലാമണ്ഡലത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ റദ്ദാക്കാൻ തീരുമാനിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉൾപ്പെടെ സർക്കാർ അനുഭാവപൂർവമായ ഇടപെടൽ നടത്താമെന്ന് ഉറപ്പു നൽകി. സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ചെലവുകൾ ഇനി മുതൽ സ്വയം കണ്ടെത്തണമെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. 2 ആഴ്ച പിന്നിടുമ്പോഴേക്കും കേരള കലാമണ്ഡലത്തിൽ കൂട്ടപ്പിരിച്ചുവിടൽ നടന്നു. 125 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടാണ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഉത്തരവിറക്കിയത്. സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് സർക്കാർ ശമ്പളവും പെൻഷനും നൽകില്ലെന്നാണ് പുതിയ നിലപാട്. കേരള സാഹിത്യ അക്കാദമി, ചലച്ചിത്ര അക്കാദമി ഉൾപ്പെടെയുള്ള 27 സ്ഥാപനങ്ങൾ തനത് ഫണ്ട് കണ്ടെത്തി മുന്നോട്ടു പോകണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നിർദ്ദേശം. നാളിതുവരെ കേരളത്തിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ മുന്നോട്ടു പോയത് സർക്കാർ ഫണ്ടിനെ ആശ്രയിച്ചാണ്. ഇത് പൊടുന്നനെ നിലച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. വിവിധ തസ്തികകളിൽ ജീവനക്കാരുടെ ഒഴിവ് നികത്താത്തതുമൂലം കലാമണ്ഡലത്തിന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടിയാണ് താൽക്കാലിക അധ്യാപക അനധ്യാപക ജീവനക്കാരെ നിയമിച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ.
വളപട്ടണത്തെ വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കവർന്ന 300 പവൻ സ്വർണവും 1 കോടി രൂപയും അയൽവാസി ലിജീഷ് സൂക്ഷിച്ചത് സ്വന്തം വീട്ടിൽ കട്ടലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കി. വെൽഡിംഗ് ജോലിക്കാരനാണ് 30-കാരനായ ലിജീഷ്. തന്നെ സംശയം തോന്നാതിരിക്കാൻ ഇയാൾ മോഷണശേഷം നാട്ടിൽ തന്നെ തുടരുകയായിരുന്നു. CCTV ദൃശ്യങ്ങളും വിരലടയാളങ്ങളും കേന്ദ്രീകരിച്ച അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. കഴിഞ്ഞ മാസം 20-നാണ് അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ വൻ മോഷണം നടന്നത്. വിവാഹത്തിൽ പങ്കെടുക്കാൻ മധുരയിൽ പോയ അഷ്റഫും കുടുംബവും നവംബർ 24-ന് രാത്രിയിൽ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 1 കോടി രൂപയും 300 പവനുമാണ് കിടപ്പുമുറിയിലെ ലോക്കർ തകർത്ത് മോഷ്ടിച്ചത്. അഷ്റഫിന്റെ വിവരങ്ങളെല്ലാം കൃത്യമായി അറിയുന്ന, വീടുമായി അടുത്ത ബന്ധമുള്ളയാളാണ് കവർച്ചയ്ക്കു പിന്നിലെന്ന് പോലീസ് ആദ്യം മുതലേ സംശയിച്ചിരുന്നു. പരിശോധനയ്ക്കിടെ പോലീസ് നായ മണം പിടിച്ചു പോയത് പ്രതിയുടെ വീടിന്റെ മുന്നിലൂടെയാണ്. ഇയാളെ കഴിഞ്ഞ കുറച്ചു ദിവസമായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്നാണ് പിടികൂടിയത്. വെൽഡിംഗ് തൊഴിലാളിയായ ലിജീഷ് തൊഴിൽ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തിയാണ് ലോക്കർ തകർത്തത്. വീട്ടിലെ CCTVയിൽ നിന്ന് വീടിനകത്ത് കടന്നത് ഒരാളാണെന്നും ഇയാൾ 20-നും 21-നും രാത്രിയിൽ വീട്ടിൽ കടന്നതായും തെളിഞ്ഞിരുന്നു. എന്നാൽ CCTVയിൽ മുഖം വ്യക്തമല്ലായിരുന്നു. ജനലും ലോക്കറുമെല്ലാം കൂടുതൽ പരിക്കില്ലാതെ കൃത്യമായി മുറിച്ചുമാറ്റിയത് വെൽഡിംഗ് വൈദഗ്ധ്യമുള്ള ഒരാളാകാം മോഷ്ടാവെന്ന നിഗമനത്തിലെത്താൻ പോലീസിന് സഹായകമായി. ആദ്യത്തെ ദിവസത്തെ മോഷണം കഴിഞ്ഞ് 2-ാം ദിവസവും പ്രതി വീട്ടിനുള്ളിൽ കടന്നതായി ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിരുന്നു. അഷ്റഫ് മടങ്ങി വന്നിട്ടില്ലെന്ന് കൃത്യമായി അറിയുന്നയാളാണ് പ്രതിയെന്ന് ഇതിൽ നിന്നും പോലീസ് മനസ്സിലാക്കി. 2 താക്കോലിട്ട് പ്രത്യേക രീതിയിൽ തുറക്കുന്ന ലോക്കറിനെ കുറിച്ച് അറിവില്ലാത്തയാൾക്ക് അത് തുറക്കാനാവില്ലെന്നും പോലീസ് വിലയിരുത്തി. തുടർന്നാണ് എല്ലാ സാധ്യതകളും പരിശോധിച്ച ശേഷം ലിജീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TK രത്നകുമാറിന്റെ നേതൃത്വത്തിൽ 20-അംഗ സംഘമാണ് കേസ് അന്വേഷിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കാത്തിരിപ്പിനൊടുവിൽ ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ പദ്ധതി തയ്യാറാകുന്നു. ശബരിമലയുടെ സമഗ്ര വികസനവും തീർത്ഥാടകരുടെ സുരക്ഷയും ലക്ഷ്യമിട്ട് 2006-ൽ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പദ്ധതിക്കാണ് പുതുജീവൻ വയ്ക്കുന്നത്. കാനന ക്ഷേത്രമായ ശബരിമലയുടെ പരിമിതികൾ ഉൾക്കൊണ്ടുള്ള സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലീസ് ആൻഡ് ഫിനാൻസ് എന്ന സ്ഥാപനമാണ് 2050 വരെയുള്ള പദ്ധതി തയ്യാറാക്കിയത്. 2007-ൽ സംസ്ഥാന സർക്കാർ ഇത് അംഗീകരിച്ചു. 2011-12 സാമ്പത്തിക വർഷം മുതൽ സർക്കാർ ബഡ്ജറ്റ് വിഹിതം വകയിരുത്തി തുടങ്ങി. ഇതുവരെ 335 കോടി രൂപ അനുവദിച്ചു. ഇതിൽ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി 142.5 കോടി രൂപ ചെലവഴിച്ചു. ഈ വർഷവും ശബരിമല മാസ്റ്റർ പ്ലാനിനായി സംസ്ഥാന സർക്കാർ 30 കോടി രൂപ അനുവദിച്ചിരുന്നു. പമ്പ ഹിൽ ടോപ്പിൽ നിന്നും ഗണപതി കോവിലിലേക്ക് പാലം, ദർശനം പൂർത്തിയാക്കിയ തീർത്ഥാടകരെ പമ്പയിലേക്ക് മടക്കി അയക്കാനായി മാളികപ്പുറത്തു നിന്നും ചന്ദ്രാനന്ദൻ റോഡിലേക്ക് ഫ്ലൈ ഓവർ, സന്നിധാനത്തെ അന്നദാന മണ്ഡപം, നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ സുരക്ഷ ഇടനാഴി, പിൽഗ്രിം സെന്റർ നിർമ്മാണം തുടങ്ങി നിരവധി പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. വനം, ദേവസ്വം ബോർഡ് വകുപ്പുകൾ തമ്മിൽ വർഷങ്ങളായി നീണ്ടുനിന്ന തർക്കങ്ങൾ മന്ത്രിസഭാ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ ചർച്ചയിൽ പരിഹരിച്ചിരുന്നു. തുടർന്ന് മാസ്റ്റർ പ്ലാൻ നടത്തിപ്പിനായി ഇരു വകുപ്പുകളും സംയുക്തമായി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് പദ്ധതിക്ക് പുതുജീവൻ വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. ഇടുക്കി സത്രം പുല്ലുമേട് കാനനപാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കനത്ത മൂടൽമഞ്ഞും മഴയും മൂലമാണ് പാത അടച്ചത്. കനത്ത മൂടൽമഞ്ഞും മഴയും മൂലമാണ് ശബരിമല തീർത്ഥാടകരെ പുല്ലുമേട് കാനനപാതയിലൂടെ കടത്തിവിടേണ്ട എന്ന് തീരുമാനിച്ചത്. തീർത്ഥാടകർക്ക് പമ്പയിലെത്താൻ KSRTC ബസ് ഏർപ്പെടുത്തി. അതിശക്തമായ മഴ തുടരുന്നതിനാൽ ഇടുക്കി കുമളിയിൽ നിന്ന് മുക്കുഴി, സത്രം വഴി ശബരിമലയിലേക്ക് കാനനപാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ യാത്ര നിരോധിച്ചു. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെയാണ് നിരോധനം. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് താൽക്കാലിക നിരോധനം. തുടർ നടപടി സ്വീകരിക്കാൻ പോലീസിനും വനം വകുപ്പിനും നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് ജീവൻ. കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്ന ഫാർമക്കോ ജീനോമിക്സ് ഉച്ചകോടി സമാപിച്ചു. അന്താരാഷ്ട്ര തലത്തിലെ ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഫാർമക്കോ ജീനോമിക്സ് ഉച്ചകോടിയിൽ ക്യാൻസർ, ഹൃദ്രോഗ ചികിത്സാ മേഖലയിലെ ഡോക്ടർമാർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ജീനുകൾ, മരുന്നുകളോട് നടത്തുന്ന പ്രതികരണം ആരോഗ്യരംഗത്തുള്ളവർക്ക് അടുത്തറിയാനുള്ള അവസരമാണ് ഇൻഡോ സ്വിസ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഫാർമക്കോ ജീനോമിക്സ് ഒരുക്കിയത്. ജനീവ സർവകലാശാല, ജീപ്മർ എന്നിവയുടെ സഹകരണത്തോടെ അമൃത സ്കൂൾ ഓഫ് ഫാർമസിയും അമൃത സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് മോളിക്കുലാർ മെഡിസിനും സംയുക്തമായാണ് ISSCP അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിച്ചത്. ജീവൻ ന്യൂസ്, കൊച്ചി.
ലാലിഗയിൽ ജയം തുടർന്ന റയൽ മാഡ്രിഡ് ഗെറ്റാഫയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് കീഴടക്കിയത്. ജൂഡ് ബെല്ലിംഗ്ഹാം, കിലിയൻ എംബാപ്പെ എന്നിവരാണ് റയൽ മാഡ്രിഡിനായി ഗോൾ സ്കോർ ചെയ്തത്. ജയത്തോടെ തലപ്പത്തുള്ള ബാഴ്സലോണയുമായുള്ള പോയിന്റ് വ്യത്യാസം 1 കുറക്കാനും റയലിനായി. 15 മത്സരങ്ങളിൽ നിന്നായി ബാഴ്സയ്ക്ക് 34 പോയിന്റും 1 മത്സരം കുറവ് കളിച്ച റയലിന് 33 പോയിന്റുമാണ്. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മാച്ചിൽ നിറമങ്ങിയ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയുടെ തിരിച്ചുവരവ് കൂടിയായി ഈ മത്സരം. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ സഹായങ്ങൾ നൽകാൻ തയ്യാറാകാത്തതുൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ വിവേചനത്തിനെതിരെ ഡിസംബർ 5-ന് സമരം നടത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. രാവിലെ 10:30 മുതൽ 1 വരെയാണ് സമരപരിപാടികൾ. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും ജില്ലകളിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് മുന്നിലുമാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. ആരാധനാലയങ്ങളിലെ സർവേ നീക്കങ്ങൾ നാടിനെ തമ്മിലടുപ്പിക്കാനാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സർവേ നടത്താനുള്ള തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇതിനെതിരെ ഇന്ത്യൻ സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വൈദ്യുതി ബോർഡിലെ കെടുകാര്യസ്ഥതയുടെ തീക്തഫലം അനുഭവിക്കുന്നത് സാധാരണക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി ബോർഡിന്റെ കടം 1083 കോടി രൂപയായിരുന്നത് ഇപ്പോൾ 45,000 കോടിയായെന്നും സതീശൻ പറഞ്ഞു. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതാൻ മതിയായ കാരണങ്ങൾ ഉണ്ടെന്ന് ഹൈക്കോടതി. PR അരവിന്ദാക്ഷന്റെയും ജിൽസിന്റെയും ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന് പറഞ്ഞ കോടതി പ്രതികൾ 14 മാസമായി റിമാൻഡിലാണെന്നും നിരീക്ഷിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മുൻ MLAയുടെ മകന്റെ ആശ്രിത നിയമനം ഹൈക്കോടതി വിധി ശരിവച്ച സുപ്രീം കോടതി. ജനപ്രതിനിധി മരിച്ചാൽ ആശ്രിത നിയമത്തിന് വ്യവസ്ഥയില്ല. G. സുധാകരനെ പാർട്ടി സമ്മേളനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയ നടപടി ഇടപെട്ട CPM നേതൃത്വം. സുധാകരന്റെ മനസ്സ് പകുതി BJPക്കാരൻ്റെതെന്ന് B. ഗോപാലകൃഷ്ണൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും മഴക്കെടുതികൾ രൂക്ഷം. ഡൽഹിയിലേക്ക് വീണ്ടും കർഷക മാർച്ച്. അതിർത്തിയിൽ വൻ സുരക്ഷാ സന്നാഹം. ഭാരതീയ കിസാൻ പരിഷത്ത് മാർച്ച് സർക്കാരിന്റെ കാർഷിക നയങ്ങളിൽ പ്രതിഷേധിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാഞ്ചസ്റ്റർ സിറ്റിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കീഴടക്കി ലിവർപൂൾ. ലാലിഗയിൽ ഗെറ്റാഫയ്ക്കെതിരെ റയൽ മാഡ്രിഡിന് ജയം. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.